Hi everyone. Today we are actually going to discuss about diffusion. Diffusion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഫിനോമിനൻ ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ബൈ അറ്റോമിക് മോഷൻ. അതായത് ഇഫ് ദ ആറ്റംസ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് എ മെറ്റീരിയൽ, ഇറ്റ് ക്യാൻ ബി കോൾഡ് as diffusion. But for the atom to move from one place to another place, we need to give some force or we need to change some parameters. എന്നാൽ മാത്രമേ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. The process whereby atoms of one metal diffuse into another is termed as interdiffusion or impurity diffusion. That is, for example, in steel or in the iron, if I am just taking iron, there will be a lot of iron atoms inside the material, right? So inside the iron atoms, if carbon atoms are coming, that is called interdiffusion. Diffusion also occurs for pure metals, but all atoms exchanging positions are of same time. This is termed as self-diffusion. For example, in the iron, inside iron, atoms of iron moves from one location to another. That is called self-diffusion. And the phenomenon of diffusion can be demonstrated by using a diffusion couple. Diffusion couple എന്താണെന്ന് വെച്ചാൽ which is found by joining bars of two different metals together so that there is intimate contact between two faces. That is, രണ്ട് മെറ്റീരിയലിൻ്റെ രണ്ട് ബാർ, സിലിണ്ടറിക്കൽ ബാർ or rectangular cross section or square cross section, these bars are actually എന്ത് ചെയ്തു made to contact each other. And if അതിനെ പറയുന്നതാണ് diffusion couple. That is രണ്ട് ബാറുണ്ട്, so it's actually a couple. And if the diffusion couple is heated for an extended period at an elevated temperature but below the melting temperature of both metals, and then to cool to room temperature, it is revealed that the concentration of both metals vary with positions. That is the concentration. നമ്മളതിനെ ഹീറ്റ് ചെയ്തിട്ട് if the two bars are actually heated to a high temperature and then cooled and left for some time, we can see that the concentration of the atoms or the elemental composition is actually different in different position. This result indicates that, for example, if the two bars are, one is copper and the another is nickel, then copper atoms have migrated or diffused into nickel. Nickel has diffused into copper. അതായത് രണ്ട് മെറ്റീരിയൽ എടുത്തു, നിക്കലും കോപ്പറും വെച്ചിട്ടാണ് ഞാൻ ഡിഫ്യൂഷൻ കപ്പിൾ ഉണ്ടാക്കിയതെങ്കിൽ, if I am just heating that particular material, ഇറ്റ്സ് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കഴിഞ്ഞ് ഹീറ്റ് ചെയ്തു, കൂൾ ചെയ്തു, ലെഫ്റ്റ് ദെയർ ഫോർ എ പീരീഡ് ഓഫ് ടൈം, വി ക്യാൻ സീ ദാറ്റ് കോപ്പർ ആറ്റം ഹാവ് മൈഗ്രേറ്റഡ് ടു നിക്കൽ ആൻഡ് ദ വൈസ് വേഴ്സ. ദ പ്രോസസ് വെയർ ബൈ ആറ്റംസ് ഓഫ് വൺ മെറ്റൽ ഡിഫ്യൂസ് ഇൻ ടു അനദർ ഈസ് ടേംഡ് ഇൻ്റർ ഡിഫ്യൂഷൻ. അത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡിഫ്യൂഷൻ കപ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കോപ്പറും നിക്കലും. എ എന്ന് പറഞ്ഞ ഫിഗറിൽ ഇറ്റ്സ് കോപ്പർ നിക്കൽ. അതിൻ്റെ അറ്റോമിക് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ ഇമ്മീഡിയറ്റ്ലി അതിന് താഴെ റെഡ് കളേർഡും ബ്ലൂ കളേർഡ്, റെഡ് കളേർഡ് ആറ്റംസ് കോപ്പറും ബ്ലൂ കളേർഡ് ആറ്റംസ് നിക്കലും. ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ആസ് ഹീറ്റിംഗ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുമ്പോൾ ബ്ലൂ കളേർഡ് ആറ്റംസ് റെഡ് കളേർഡ് ആറ്റംസിലേക്ക് വന്ന്, അതുപോലെ റെഡ് കളേർഡ് ആറ്റം ബ്ലൂ കളേർഡ് ആറ്റംസിലേക്ക് പോയി. ദാറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഹാപ്പൻ. ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ആദ്യം കോൺസെൻട്രേഷൻ എന്തായിരുന്നു, കോപ്പറിൽ മൊത്തം 100% കോപ്പറായിരുന്നു, നിക്കലിൽ മൊത്തം 100% നിക്കലായിരുന്നു. പക്ഷേ നമ്മൾ ഡിഫ്യൂഷൻ കപ്പിളിൽ ഹീറ്റിങ്ങും കൂളിങ്ങും നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, വെൻ വി മൂവ് ത്രൂ ദ ഡിഫ്യൂഷൻ കപ്പിൾ, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് കഴിയുമ്പോൾ കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ നിക്കൽ. അതാണ് ഗ്രാഫ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ്റെ മെക്കാനിസം, ദർ മസ്റ്റ് ബി ആൻ എംപ്റ്റി അഡ്ജസൻറ്റ് സൈറ്റ്. ഓൾവേസ് ഫോർ ആൻ ആറ്റം ടു മൂവ് ടു ആൻ അനദർ സൈറ്റ് അവിടെ ഒരു എംപ്റ്റി അഡ്ജസൻറ്റ് സൈറ്റ് വേണം. അതുകൂടാതെ ആറ്റം മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് എനർജി ടു ബ്രേക്ക് ദ ബോൺസ് വിത്ത് ഇറ്റ്സ് നെയ്ബർ ആറ്റം ആൻഡ് ദെൻ കോസ് സം ലാറ്റിസ് ഡിസ്റ്റോർഷൻ ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ബോൺസ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള എനർജി വേണം. ഇല്ലെങ്കിൽ വി നീഡ് ടു ഗിവ് ദാറ്റ് പർട്ടിക്കുലർ എനർജി. അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ സം സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഈസ് capable of diffusive motion by the virtue of magnitudes of their vibrational energy. Atoms in a material are എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ always in a state of vibration. So when we increase the temperature, a percentage of the atom gets some energy so that it can
break the bonds with their neighboring atoms and come out of that bonding forces. Then if they come out of that bonding process, then it is free to move into any space, any vacant space. ഇതാണ് ബേസിക്കലി ദ മെക്കാനിസം. ദിസ് ഫ്രാക്ഷൻ ഇൻക്രീസസ് വിത്ത് റൈസിങ് ടെമ്പറേച്ചർ. സോ ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അറ്റോമിക് വൈബ്രേഷൻ ഇൻക്രീസസ്. വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വൈബ്രേഷൻ കൂടി അത് പെട്ടെന്ന് വിട്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. Okay, several different models for this atomic motions have been proposed. There are two dominating models for metallic diffusion, that is the vacancy diffusion and interstitial diffusion. For vacancy diffusion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ involves the interchange of an atom from a normal lattice position to an adjacent vacant site. Vacancy diffusion. If there is a vacant space, it involves the interchange of an atom from a normal lattice position to the adjacent vacant lattice site like. So since diffusing atoms and vacancies exchange positions, diffusion of atoms in one direction results in the motion of vacancy. അതായത് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ സീ, നമ്മളൊരു ആറ്റം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റം അതിൻ്റെ പൊസിഷനിൽ നിന്നാണ് മൂവ് ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് ഫിൽസ് എ വേക്കൻസി, ദർ ഈസ് ആക്ച്വലി എ വേക്കൻസി ക്രിയേറ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ സ്പേസ്. ആ ഒറിജിനൽ സ്പേസിൽ വേറെ എവിടെന്നെങ്കിലും ഉള്ള ആറ്റം മൈഗ്രേറ്റ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോത്ത് സെൽഫ് ഡിഫ്യൂഷൻ ആൻഡ് ഇൻ്റർ ഡിഫ്യൂഷൻ ഒക്കൂസ് ബൈ ദിസ് മെക്കാനിസം. അതായത് വേക്കൻസി ഡിഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സെൽഫ് ഡിഫ്യൂഷൻ ഇൻ്റർ ഡിഫ്യൂഷനും അതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ മെക്കാനിസം തന്നെയാണ് സെൽഫ് ഡിഫ്യൂഷനും ഇൻ്റർ ഡിഫ്യൂഷനും. ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ ആറ്റംസ്. For interstitial diffusion, there is no need for vacancy because the coming atoms are actually very much less in size when compared to the host atoms. So they can fill the void spaces. So അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ ഒക്കേഴ്സ് മച്ച് മോർ റാപ്പിഡ്ലി ദാൻ ഡിഫ്യൂഷൻ ബൈ ദ വേക്കൻസി മോഡ്, സിൻസ് ദ ഇൻ്റർസ്റ്റീഷ്യൽ ആറ്റംസ് ആർ സ്മോളർ ആൻഡ് ദിസ് ആർ മോർ മൊബൈൽ. ഓക്കെ. ആൻഡ് സെൽഫ് ഇൻ്റർസ്റ്റീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം ഒക്കുപ്പൈങ് ആൻ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ് ഫോഴ്സസ് എ റെഗുലർ ആറ്റം ടു ലീവ് ഇറ്റ് സൈറ്റ് ടു ആൻ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതായത് ഒരു ആറ്റമിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മറ്റ് ഒരെണ്ണത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല, സെൽഫായിട്ട് ഒരാറ്റത്തിൻ്റെ ഒരു ടൈപ്പ് അതിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് സെൽഫ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, ഓർ ഇൻ്റർസ്റ്റീഷ്യാൽസി. ഓക്കെ, ഇൻ്റർസ്റ്റീഷ്യാൽസി ഓർ സെൽഫ് ഡിഫ്യൂഷൻ ഇൻ്റർസ്റ്റീഷ്യൽ. And direct interchange diffusion. From the figure itself, it's clear that mutually exchanging their position. Okay. And Kirkendall effect എന്ന് പറയുന്നത്, in a binary solution of A and B, the rates binary solution എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറും നിക്കലും ഉള്ളൊരു സൊല്യൂഷൻ. The rates at which A and B move എന്നുണ്ട് കേട്ടോ. Rates at which A and B move are not necessarily equal. Usually the lower melting component diffuses much faster than the other. അതായത് ഇപ്പോൾ എയും ബിയും എടുത്തു, കോപ്പറും നിക്കലും എടുത്തു. ഇപ്പോൾ നിക്കലിൽ ഹയർ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, കോപ്പർ ലോവർ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. സോ നിക്കൽ ലോവർ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള കോപ്പറാണ് കൂടുതൽ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യുന്നത് കമ്പയർഡ് ടു നിക്കൽ. ഓക്കെ, അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്റ്റെൻറ്റ് ഓഫ് ദിസ് ഫോൺ ടു ബി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ റൂട്ട്. അപ്പം കിർക്കൻ്റൽ എഫക്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളത് അതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയതാണ്. നേരത്തെ പറഞ്ഞ ഡിഫ്യൂഷൻ കപ്പിൾ മാർക്ക് ചെയ്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്ത് അങ്ങനെയായിട്ട് കണ്ടുപിടിച്ച ഒരു എഫക്റ്റാണ്. അപ്പോൾ കിർക്കൻ്റൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ബൈനറി സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ലോവർ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ആറ്റംസ് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യും. The kind of movement indicates that the net mass flow due to the difference in the diffusivities is being compensated by a bulk flow of matter in the opposite direction within the diffusion zone. ഇത് കിർക്കൻ്റൽ എഫക്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സിലബസിലുണ്ടോയെന്നറിയില്ല, എന്നാലും ഇത് അറിഞ്ഞിരിക്കണം സംഭവം എന്താണെന്നുള്ളത് കേട്ടോ. ദെൻ ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. സിലബസിലുള്ളത് ഫിക്സ് ഫസ്റ്റ് ലോയും ഫിക്സ് സെക്കൻഡ് ലോയുമാണ്. സോ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഓർ ദ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ ടൈം ഡിപ്പെൻഡൻറ്റ് പ്രോസസ് ഡിഫ്യൂഷൻ.
and the rate of mass transfer, which is known as diffusion flux, J, defined as the mass or equivalently the number of atoms, M, diffusing through and perpendicular to a unit cross-sectional area of solid per unit time. അതാണ് ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് എം ഡിഫ്യൂസിങ് ത്രൂ ആൻഡ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സോളിഡ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അതിനെ മാത്തമാറ്റിക്കൽ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ജെ, ക്യാപിറ്റൽ ജെ എന്ന് പറഞ്ഞ് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജെ ഈക്വൽ ടു 1/a ഇൻറ്റു ഡി എം ബൈ ഡി ടി. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സ്പീഷീസ് ഡിഫ്യൂസിങ്, ആൻഡ് ഡി ടി എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈം ഇൻ്റർവൽ, ഡി എം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ മാസ്, ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ. ഇപ്പോൾ യൂണിറ്റ്സ് ഫോർ ജെ, അതാണ് ഇതിനാണ് ജെനെ എന്താണ് പറഞ്ഞത് ഡിഫ്യൂഷൻ ഫ്ലക്സ്. ആൻഡ് ഇഫ് ദ ഡിഫ്യൂഷൻ ഫ്ലക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, ഡിഫ്യൂഷൻ ഫ്ലക്സ് ഓരോ ടൈമിലും ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം വാല്യൂ ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എക്സിസ്റ്റ്. One common example of steady state diffusion is the diffusion of atoms of a gas through a plate of metal for which the concentration of the diffusing species on both surfaces of the plate are held constant. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ്, അതായത് ജെ എന്ന് പറഞ്ഞ ഡിഫ്യൂഷൻ ഫ്ലക്സ്, ആറ്റംസ് ഡിഫ്യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫ്യൂഷൻ ഫ്ലക്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് എം ഡിഫ്യൂസിങ് ത്രൂ ആൻഡ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സോളിഡ് പെർ യൂണിറ്റ് ടൈം. ഇതെന്ന് പറയുന്നത് ടൈം അനുസരിച്ച് മാറുന്നില്ല എങ്കിൽ ഇറ്റ്സ് കോൾഡ് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. അപ്പോൾ ഇതാണ് ഗ്യാസിൻ്റെ നേരത്തെ പറഞ്ഞത്. ഗ്യാസ് at pressure A is allowed to pass through a thin plate, and gas at pressure B, it will be coming out as gas at pressure P. So PA greater than PB. അപ്പോൾ ഇവിടെ ആ ഗ്രാഫ് നോക്കിക്കേ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിഫ്യൂസിങ് സ്പീഷീസ് ഇനീഷ്യലി ആദ്യം എന്തായിരുന്നു, CA ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് അതിൽ കൂടെ പാസ് ചെയ്ത് വന്നപ്പോൾ എന്ത് പറ്റി, CB ആയി. അപ്പോൾ XA എന്ന് പറഞ്ഞ പൊസിഷനിൽ വന്ന് XBയിലേക്ക് വന്നപ്പോൾ കോൺസെൻട്രേഷൻ CA എന്ന് പറഞ്ഞ വാല്യൂ നിന്ന് CBയിലേക്ക് കുറഞ്ഞു. വെൻ ദ കോൺസെൻട്രേഷൻ C ഈസ് പ്ലോട്ടഡ് വേഴ്സസ് പൊസിഷൻ വിത്തിൻ ദ സോളിഡ് X, ദ റിസൾട്ടിംഗ് കർവ് ഈസ് ടേംഡ്, ഇതാണ് കോൺസെൻട്രേഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. The slope at a particular point on this curve is the concentration gradient. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് കിട്ടും. ഇനി ഫിക്സ് ലോ എന്ത് സ്റ്റേറ്റ് ചെയ്യുന്നത്, ഫിക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലക്സ് ഫോർ എ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ പ്രോസസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ, ദ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, J ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡോ C ബൈ ഡോ എക്സ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇടണം. അതാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, J ഈക്വൽ ടു മൈനസ് D ഇൻറ്റു ഡോ C ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിക്സ് ഫസ്റ്റ് ലോ. അപ്പോൾ ഇനിയും നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. മോസ്റ്റ് പ്രാക്ടിക്കൽ ഡിഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യും, വാല്യൂസ് മാറും ടൈം വെച്ചിട്ട്. കോൺസെൻട്രേഷൻ ഓഫ് ഡിഫ്യൂഷൻ സ്പീഷീസ് ഓരോ ടൈം ഇൻ്റർവെല്ലിലും മാറും. T1, T2, T3 എടുക്കുമ്പോൾ അത് മാറും. അപ്പോൾ ആ സമയത്ത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ പാരാമീറ്റർ, അല്ല ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോർമുല ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.